വ്യക്തി ബാപ്പയുടെ നന്മ മാത്രമേ പറയാവൂ. ബാപ്പയുടെ കുറ്റങ്ങളും കുറവുകളും പറയാൻ പാടില്ല, എഴുതാൻ പാടില്ല. അത് ഗീബത്തായി പോകും, പറയരുത് എന്നാണ്. അങ്ങനെ പറഞ്ഞ അതിനെ മദ്ഹ് എന്ന് പറയില്ല, അതിനെ മൗലൂദിന്റെ ഗണത്തിൽ പെടുത്തുകയില്ല. നിന്റെ ബാപ്പ മരിച്ചാൽ ഔലിയാക്കന്മാരെ കാര്യം അവിടെ ഇരിക്കട്ടെ, നമ്മുടെ സ്വന്തം പിതാവ്, നമ്മുടെ ജ്യേഷ്ഠൻ, അനുജൻ, എളാപ്പ, മൂത്താപ്പ ആര് മരിച്ചാലും അയാളെ സംബന്ധിച്ച് നമുക്ക് അത് പറയാൻ പാടില്ല. അയാൾ മറ്റുള്ള എന്തെങ്കിലും തെറ്റുകാരൻ അത് വിളിച്ചു പറയാൻ പാടില്ല. നമുക്ക് വേണമെങ്കിൽ പറയാം, ഈ കാണുന്ന ഈ മക്ബറയുടെ മുമ്പിൽ സിയാറത്തിന് വരുന്ന ആൾക്കാർക്ക് ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി പണ്ട് ഖലീൽ തങ്ങൾ ഇവിടെ വന്നപ്പോൾ പിരിവെടുത്തപ്പോ എന്റെ ബാപ്പ കുറെ ഷീറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് പറയാവുന്നതാണ്. നല്ല കാര്യങ്ങളൊക്കെ പറയാം, മരിച്ചവരുടെ നന്മകളൊക്കെ പറയാമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടും തീർന്നിട്ടില്ല. അടങ്ങാനും മരിച്ച വ്യക്തി ഒരു സാലിഹായ മനുഷ്യനാണെങ്കിലോ അത് നമ്മുടെ ബാപ്പയാവട്ടെ ആരാവട്ടെ, അയാൾ നല്ലൊരു മനുഷ്യനാണ്, എല്ലാവരും മുസ്ലിം ആകലോടുകൂടെ 1-ാം നമ്പർ മുഅ്മിനാണ് എങ്കിൽ അതാ ദിക്റു സ്വാലിഹീന കഫാറ. സാലിഹീങ്ങളെ മദ്ഹ് പറഞ്ഞാൽ നിങ്ങളെ പാപം പൊറുക്കാൻ അത് കാരണമാണ്, നിങ്ങൾക്കത് കഫാറത്താണ്. നിങ്ങൾ ചെയ്തു പോയ കുറ്റങ്ങൾ പൊറുക്കപ്പെടാൻ, നിങ്ങൾ ചെയ്തു പോയ ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ അസ്തഗ്ഫിറുല്ലാഹ് അലീം എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മുടെ പാപം പൊറുക്കാനുള്ള വാചകങ്ങൾ പറയുന്നത് പോലെ മഹാന്മാരെ മദ്ഹ് പറഞ്ഞാൽ, ബദ്രീങ്ങളെ മദ്ഹ് പറഞ്ഞാൽ, ശുഹദാക്കളെ മദ്ഹ് പറഞ്ഞാൽ, ഔസുല്ലാഹങ്ങളെ മദ്ഹ് പറഞ്ഞാൽ, വിഫായിഷത്തിന്റെ മദ്ഹ് പറഞ്ഞാൽ, ഇവിടെ കിടക്കുന്ന മഹാന്മാരെ മദ്ഹ് പറഞ്ഞാൽ നമ്മുടെ പാപം പൊറുക്കാൻ അത് കാരണമാണ് എന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ വെറും ഒരു സാധാരണ ലോക്കൽ മുസ്ലിമിനെ സംബന്ധിച്ചും അയാളെ മദ്ഹ് നമുക്ക് പറയാം. ആ പറയുന്ന മദ്ഹ് പറയപ്പെടുന്ന വ്യക്തി ഒരു നല്ല സ്വാലിഹായ മനുഷ്യനാകുമ്പോ നമ്മുടെ പാപം പൊറുക്കാൻ അത് കാരണമാകുന്നു. അയാൾ ആ വ്യക്തി എങ്ങാനും ഒരു പ്രവാചകനാണെങ്കിലോ, ആ ഒരു വ്യക്തി മുസ്ലിം മാത്രമല്ല, മുഅ്മിൻ മാത്രമല്ല, സ്വാലിഹ് മാത്രമല്ല, അതോടൊപ്പം ആ വ്യക്തി ഒരു പ്രവാചകനാണെങ്കിലോ ദിക്റുൽ അംബിയാ ഇബാദാ, അമ്പിയാക്കന്മാരെ മദ്ഹ് പറയൽ അത് ഇബാദത്താകുന്നു. കണ്ടോ, അമ്പിയാക്കന്മാരെ മദ്ഹ് പറയൽ അത് ഇബാദത്താകുന്നു, ഒരു ആരാധനയാണത്. അല്ലാഹുവിന് സമർപ്പിക്കുന്ന ആരാധന, അല്ലാഹുവിന് സമർപ്പിക്കുന്ന ആരാധനയാണത്. അമ്പിയാക്കന്മാരെ മദ്ഹ് പറഞ്ഞാൽ അത് ഇബാദത്തിന്റെ ഗണത്തിൽപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും മഞ്ഞ് കൊണ്ടായാലും വെയിൽ കൊണ്ടായാലും ഒരുപാട് യാത്ര ചെയ്യേണ്ടി വന്നാലും മഹാന്മാരെ മദ്ഹിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടുന്നത്, സാലിഹീങ്ങളെ മദ്ഹ് നമ്മൾ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തവണ പള്ളിയിലേക്ക് കടക്കുന്ന സമയത്ത് കുറെ സഹാബത്ത് കൂടിയിരുന്നു കൊണ്ട്, അന്ന് ഇത്ര സഹാബത്ത്, ഇത്ര ആൾക്കാരൊന്നും അവിടെ ഇല്ല, വളരെ കുറച്ച് സഹാബത്ത്, 5, 6, 10 സഹാബത്ത് മാത്രം കൂടിയിരുന്നു കൊണ്ട് അവരതാ മദ്ഹ് പറയുകയാണ്. നബി തങ്ങളും കടക്കാൻ ചെന്നപ്പോഴാണ് അവർ തമ്മിലുള്ള ചർച്ച കേൾക്കുന്നത്. പെട്ടെന്ന് അങ്ങോട്ട് കടന്നു ചെന്നാൽ നേതാവിനെ കണ്ടാൽ അവർ എഴുന്നേറ്റ് പോകും, പറയുന്ന വർത്തമാനം അവിടെ അവസാനിച്ചു പോകും. അത് വേണ്ട, അവർ എന്താ പറയുന്നത്, ഞാനല്ലേ മതം പഠിപ്പിക്കേണ്ടത്, അവർ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കേണ്ടതല്ലേ. നബി തങ്ങളൊന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്തൊന്ന് ശ്രദ്ധിച്ചപ്പോൾ അവർ പറയുന്നു, ഈസാ നബിയുടെ മദ്ഹാണ് പറയുന്നത്, മൂസാ നബിയുടെ മദ്ഹാണ് പറയുന്നത്, ആദം നബിയുടെ മദ്ഹാണ് പറയുന്നത്, ഇബ്രാഹിം നബിയുടെ മദ്ഹാണ് പറയുന്നത്. നബി തങ്ങൾ സന്തോഷത്തോടെ കേൾക്കുകയാണ്. അങ്ങനെ അവർ മദ്ഹ് പറയുന്നു, അത്ഭുതപ്പെടുന്നു. അതിന്റെ ഇടയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി ചൊല്ലുന്നു. നബി തങ്ങൾ പറയുന്നു, നിങ്ങൾ എല്ലാവരും അവിടെ ഇരിക്കുക, നിങ്ങൾ എല്ലാവരും പറഞ്ഞത് ഞാൻ മുഴുവനും കേട്ടിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞത് മുഴുവനും സത്യമാണ്. അത് ഷിർക്കാണെന്നോ കിർക്കാണെന്നോ സുർക്കയാണെന്നോ ഒന്നും നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. എല്ലാ നബി തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടു, നിങ്ങൾ അത്ഭുതങ്ങൾ ഞാൻ കണ്ടു, എല്ലാം സത്യമാണ്, 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 ദീനാണ്, മതമാണ്, സവാബാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞുകൊണ്ടൊരു കാര്യം പറഞ്ഞു. പക്ഷേ നിങ്ങളൊരു കാര്യം വിട്ടുപോയി, എന്റെ മൗലൂദ് മാത്രം നിങ്ങൾ ഓതിയില്ല. ഏതെല്ലാം സദസ്സായാലും, അത് ബദരീങ്ങളെ സദസ്സായാലും ശരി, തുടക്കത്തിൽ ഒരു മങ്കൂസ് മൗലൂദ് ഓതണം. നബി തങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന്റെ മുമ്പിലോ അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലോ അവരെക്കാളും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഒരു മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മജ്ലിസ് ആരുടെ മജ്ലിസാണ്? നമ്മുടെ ഉപ്പ മരണപ്പെട്ട 3-ാം ഫാത്തിഹയാണ്. അപ്പൊ ഇലാ ഹദ്റത്തി നബി അൽ ഫാത്തിഹ എന്ന് വിളിക്കുന്നതിന് മുമ്പ് ഇലാ ഹദ്റത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ഹദ്റത്തിലേക്ക് മുന്തിക്കട്ടെ. നബി തങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് ഉപ്പാക്ക് ഫാത്തിഹ ഓതരുത്.
നബി തങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് ബദരീങ്ങൾക്ക് ഫാത്തിഹ ഓതരുത്. നബി തങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾക്ക് ഫാത്തിഹ ഓതരുത്. സദസ്സ് ചിലപ്പോൾ ബദരീങ്ങളെ സദസ്സാവാം, സദസ്സ് ചിലപ്പോൾ മുഹ്യിദ്ദീൻ ശൈഖിന്റെ സദസ്സാവാം, ജീലാനി ദിനമാവാം. ഏതെല്ലാം ദിനമായാലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിനെ സംബന്ധിച്ച് നമ്മൾ മുൻപന്തിയിലേക്ക് കൊണ്ടുവരണം. ഒന്നുകൊണ്ട് മങ്കൂസ് പോലെ ഒരു കാത്തെങ്കിലും ഓടുക. ഖുതുബിയത്തിന് വേണ്ടി വിളിച്ചതാണ്, ഖുതുബിയത്തിന് വേണ്ടി വിളിച്ചതാണ്. അതുകൊണ്ട് തന്നെ മര്യാദയുള്ള മുസ്ലിയാക്കന്മാരാണെങ്കിൽ, മര്യാദയുള്ളവരാണെങ്കിൽ ഖുതുബിയത്തിനാ വിളിച്ചെന്ന് പറഞ്ഞ് ഖുതുബിയ തുടങ്ങലല്ല. അതിനു മുമ്പ് ഒരു മങ്കൂസ് പോലെ ഒരു വരിയെങ്കിലും ഓതിയിരിക്കും. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും അവസാനത്തെ ബുർദയുടെ അവസാന ഭാഗം യാക്രമെങ്കിലും കുറച്ച് ചൊല്ലിയിരിക്കും. അങ്ങനെ നബി തങ്ങളെ മുന്തിച്ചിട്ടല്ലാതെ ഒരു മജാലിസും നടക്കുകയില്ല. നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. അങ്ങനെ സദസ്സിലേക്ക് കടന്നപ്പോൾ നബി തങ്ങൾ പറയുന്നു, നിങ്ങൾ മഹാനായ ഇബ്രാഹിം നബിയുടെയും അതുപോലെ തന്നെ ഈസാ മൂസ നബി അലൈഹി ഇസ്ലാമിന്റെയും അതുപോലെ ആദം നബിയുടെ ഒക്കെ മദ്ഹ് നിങ്ങൾ പറഞ്ഞു സത്യമാണ്. പക്ഷേ ഞാൻ ആരാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല. സ്വന്തം മൗലൂദ് നബി തങ്ങൾ ഓതുകയാണ്. ഞാൻ ആരാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ആരാണെന്ന് അറിയുമോ? നാളെ മഹ്ശറയിൽ വന്നാൽ നിങ്ങൾ ഈ മദ്ഹ് പറഞ്ഞ മുഴുവൻ നബിയാക്കന്മാരും എന്റെ കൊടിന്റെ കീഴിൽ നിൽക്കാൻ പോവുകയാണ്. സ്വർഗം ആദ്യം ഉദ്ഘാടനം ചെയ്യുന്നവൻ ഞാനാണ്. ഹൗദുൽ കൗസർ ഞാനാണ് കൊടുക്കുന്നത്. ശഫാഅത്ത് എന്റെ വെക്കലാണ്. ഇങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് സഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ മദ്ഹുകളൊക്കെ ശരിയാണ്, പക്ഷെ നിങ്ങൾ എന്നെ മദ്ഹ് വിടാൻ പാടില്ല. അങ്ങനെ എന്റെ മദ്ഹ് ഓതണമെന്നുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നു, സഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിക്കുക. പരിശുദ്ധ ഖുർആനിൽ ഭൂരിഭാഗവും ചരിത്ര സത്യങ്ങളാണ്, അല്ലേ? ഖുർആൻ മസ്അല പറയലല്ലോ. പരിശുദ്ധ ഖുർആനിൽ ഹറാമുണ്ട്, ഹലാലുണ്ട്, പിന്നെ എല്ലാ വിഷയങ്ങളും പറയുന്നുണ്ട്. അതെല്ലാം നമ്മുടെ ഇമാമിങ്ങൾ നമുക്ക് പറഞ്ഞു തരലാണ്. നോക്ക്, ഷാഫി മദ്ഹബില് നിസ്കാരത്തിന്റെ ഫർദ് 14 ഇത് ഖുർആനിൽ എവിടെയുള്ളത്? നിസ്കാരത്തിന്റെ ഫർദ് 14 ഖുർആനിൽ എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? ഏതെങ്കിലും ആയത്തിൽ പറയുന്നുണ്ട് നിസ്കാരത്തിന്റെ ഫർദ് 14 എവിടെ പറഞ്ഞു? പറഞ്ഞിട്ടില്ല. പക്ഷേ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? എങ്കിൽ പറഞ്ഞിട്ടുമുണ്ട്. ഇത് പറഞ്ഞ് നമുക്ക് തിരിയില്ല. അത് തിരിയുന്ന മഹാന്മാരുണ്ട്. ആ മഹാന്മാരിൽ പെട്ടവരാണ് 4 മഹാന്മാർ. അതാണ് ഇമാം ഷാഫി തങ്ങള്, ഇമാം അബൂ ഹനീഫ തങ്ങള്, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങള്, ഇമാം മാലിക് തങ്ങൾ. അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവര് നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അവര് പഠിപ്പിച്ചു തരും. ഇതാ നിസ്കാരത്തിന്റെ ഫർദ് 14 ആകുന്നു. ഇന്ന് ഈ മജ്ലിസുൽ ഷാഫികളും ഉണ്ടാകും, ഹനീഫുകളും ഉണ്ടാകാം. ഞാൻ ഹനഫി മദ്ഹബല്ല ഞാൻ പറയുന്നത്, ഷാഫി മദ്ഹബ് അനുസരിച്ച് ഞാൻ പറയട്ടെ. ഈ മജ്ലിസുള്ള ആരെങ്കിലും ഒരാളോട് ഇവിടത്തെ മുജാഹിദോ ജമാഅത്തുകാരോ എന്ന് ചോദിക്കുന്നു, നിസ്കാരത്തിന്റെ ഫർദ് എത്രയാണ്? 14 ഏത് ആയത്താണ് എന്ന് ചോദിക്കാറുണ്ടോ? ചോദിക്കേണ്ട. കാരണം നമുക്ക് ആയത്ത് അവിടെ തെളിവേ വേണ്ട. നമ്മളെല്ലാവരും മുഖല്ലിദീങ്ങളാണ്, നമ്മളൊന്നും മുജ്തഹിദീങ്ങളല്ല. മുഖല്ലിദി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞനുസരിച്ച് ജീവിക്കുന്ന ആള്, അയാളെ മസ്അല അനുസരിച്ച് ജീവിക്കുന്ന ആള്, അയാൾ നമ്മൾ തുടർന്നു പോകുന്ന ആള്. അതുകൊണ്ട് നമ്മളെ പേര് മുഖല്ലിദീങ്ങളാണ്. നേരെ മറിച്ച് ഇത് ഗവേഷണം ചെയ്യാൻ കഴിവുള്ളവരാണ് മുജ്തഹിദീങ്ങള്. ഒരിക്കലും ആയത്തും ഹദീസും തെളിവ് മുഖല്ലിദീങ്ങൾക്ക് തെളിവ് വേണ്ട. തെളിവ് വേണ്ടത് ആർക്കാണ്? മുജ്തഹിദീങ്ങൾക്ക് തെളിവ് നിർബന്ധമാണ്. നേരെ മറിച്ച് ഒരാൾ പോയി ചോദിക്കുന്നു ഷാഫി ഇമാമിനോട്, നിസ്കാരത്തിന്റെ ഫർദ് 14 ഏത് ആയത്തിൽ പറഞ്ഞു? ആയത്ത് പറഞ്ഞു കൊടുക്കാൻ ഷാഫി ഇമാമിന് നിർബന്ധമാണ്. ഹദീസ് പറഞ്ഞു കൊടുക്കാൻ ഷാഫി ഇമാമിന് നിർബന്ധമാണ്. ആയത്തും ഹദീസും ഇല്ല ഷാഫി ഇമാം സ്വന്തം പറയാൻ പറ്റൂല. പക്ഷെ എന്നോടും നിങ്ങളോടും ചോദിച്ചാൽ നിസ്കാരത്തിന്റെ ഫർദ് എത്രയാണ്? 14. എവിടെയാ തെളിവ്? വേണമെങ്കിൽ മദ്രസ ബുക്ക് കാണിച്ചു കൊടുക്കാം. ഈ കേസ് 1000 5000 ഹദീസേ ഉള്ളൂ. ആവർത്തനങ്ങളോടുകൂടെ 8000-ൽ മേലെ ഹദീസുകൾ തന്നെ ഇല്ല. സുബ്ഹാനല്ലാഹ്, ബുഖാരി മുസ്ലിമും അടക്കം. പിന്നെ എവിടെയാണ് കിട്ടാനുള്ളത്? അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനിക്ക് ഇന്ന് മുജാഹിദും ജമാഅത്തും ഒക്കെ രംഗത്തിറങ്ങിക്കൊണ്ട് ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ആക്ഷേപിക്കാറുണ്ട്. അവർ സ്വന്തം മുജ്തഹിദാണെന്ന് പറയാറുണ്ട്. എടോ, നീ മുജ്തഹിദാകണമെങ്കിൽ നിന്റെ മുമ്പിൽ 4000 ഹദീസ് വേണം, 4 ലക്ഷം ഹദീസ് വേണം. എവിടെയാണ് നിന്റെ മുമ്പിൽ 4 ലക്ഷം ഹദീസ് ഉള്ളത്? മഹാനായ സയ്യിദുന ബഹുമാനപ്പെട്ട മഹാന്മാരൊക്കെയും 10 ലക്ഷം ഹദീസ് മനപ്പാടമാക്കി. മഹാനായ ഹംബൽ റളിയല്ലാഹു അൻഹു തങ്ങള്, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങള്, മഹാന്മാരൊക്കെ ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമാക്കിയവരാണ്. ഈ മഹാന്മാരാണ് നമുക്ക് മസ്അല പറഞ്ഞു തരുന്നത്. എന്നാ ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധ ഖുർആനിൽ ഭൂരിഭാഗവും ചരിത്ര സത്യങ്ങളാണ്. യൂസുഫ് നബിയുടെ ചരിത്രം ഖുർആൻ ഒരു ബാബ് തന്നെ, ഒരു ഖുർആന്റെ ഒരു ജുസു, ഒരു സൂറത്ത് തന്നെ യൂസുഫ് നബിയുടെ കഥ പറയലാണ്. ഇതുകൊണ്ട് എന്താ കാര്യം? യൂസുഫ് നബിയെ കൂട്ടുകാരെ കൊണ്ട് കിണറ്റിലിട്ടു എന്നും
അവസാനം അത് എടുത്ത് യാത്രക്കാരെടുത്തോണ്ട് പോയി എന്നും അവസാനം ബിസിൽ കൊണ്ടുപോയിട്ട് വിൽപ്പനക്ക് വെച്ചു എന്നും അങ്ങനെ ലേലം വിളി നടന്നു എന്നും അവസാനം അവിടുത്തെ അസീസ് രാജാവും ഭാര്യയാവുന്ന സലീഖ ബീബിയും വന്നിട്ട് അവരുടെ കൊട്ടാരത്തിലുള്ള സ്വർണങ്ങളെല്ലാം കൊടുത്ത് ആ കുട്ടിയെ വാങ്ങിയെന്നും ആ കുട്ടിയെ കൊണ്ടുപോയി അവസാനം കൊട്ടാരത്തിൽ താമസിപ്പിച്ചു എന്നും അവസാനം അസീസ് രാജാവിന്റെ ഭാര്യയാകുന്ന സലീഖ ബീവിക്ക് ആ കുട്ടിയോട് സ്നേഹം വന്നു എന്നും അവസാനം ആ കുട്ടിയെ വഞ്ചിക്കാൻ നോക്കിയെന്നും ആ കുട്ടി അവസാനം ഡോർ തുറന്ന് പുറത്തേക്ക് വന്നപ്പോ അസീസ് രാജാവിനെ കണ്ടു എന്നും അവിടെ പ്രശ്നമായി അവസാനം അവിടെ കിടക്കുന്ന തൊട്ടിൽ കിടക്കുന്ന കുട്ടി പറഞ്ഞു. അന്ന് കുട്ടി സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട യൂസുഫ് നബിയുടെ കറാമത്ത മുഅ്ജിസത്താണ്. കുട്ടി പറയുന്നു, രാജാവേ, ഒരിക്കലും ആ വ്യക്തിയെ ആക്ഷേപിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ തെളിവ് പറയാം. ഇവിടുന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് നബിയുടെ കുപ്പായം കീറിയിട്ടുണ്ട്. അത് സുലൈഖ ബീവി പിടിച്ചു വലിച്ചതാണ്. ആ പിടിച്ചു വലിച്ചത് ഏത് ഭാഗമാണ് കീറിയത്? അത് പുറഭാഗമാണെങ്കിൽ നിങ്ങളെ ഭാര്യയുടെ തെറ്റാണ്, മുൻഭാഗമാണെങ്കിൽ യൂസുഫ് നബിയുടെ തെറ്റാണ്. കാരണം മുൻഭാഗം കീറിയത് എങ്ങനെയാണ്? അങ്ങോട്ട് കടന്നു പിടിക്കാൻ ചെന്നപ്പോ അല്ലേ മുൻഭാഗം കീറുക. പുറഭാഗം കീറണമെങ്കിൽ ഓടിയത് കൊണ്ടാണ്. അപ്പൊ ഓടിപ്പോയ വ്യക്തിയെ പിടിച്ചത് നിങ്ങളെ ഭാര്യയാണ്. നോക്കുമ്പോൾ പുറഭാഗമാ കീറിയത്. അവസാനം ഭാര്യയെ സ്നേഹിക്കുന്നതിന്റെ പേരിൽ അസീസ് രാജാവിന് യൂസുഫ് നബിയെ കിണറ്റിലിടേണ്ടി വന്ന, ജയിലിലടക്കേണ്ടി വന്നു. അങ്ങനെ ജയിൽ കൊണ്ടുപോയി 7 വർഷക്കാലം ജയിലിലിട്ടു. അവസാനം 7 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് രാജാവ് ഒരു സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നം? ഇതെന്താ നമ്മൾ കേട്ട ഒരു കഥയല്ലേ? ഇത് ആരാ പഠിപ്പിക്കുന്നത്? ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഈ ഖുർആന്റെ തുടക്കത്തിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നു, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ. ഇതാ നിങ്ങൾ ഇപ്പോൾ ഓതാൻ പോകുന്ന ഗ്രന്ഥം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥം. ഈ ഗ്രന്ഥം മുത്തഖീങ്ങൾക്ക് സന്മാർഗമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഖുർആൻ തുടങ്ങുന്നത്. എങ്ങനെയാണ് തുടങ്ങിയ ഖുർആനിൽ പറയുന്ന സന്മാർഗം? നോക്ക്, ഇത് സന്മാർഗമാണോ? അല്ലാണ്ട് മുജാഹിദിന് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു പ്രവാചകൻ അമ്മായിയായി കാണുന്നവൻ, പെങ്ങളായി കാണുന്നവൻ, കള്ളുകുടിയില്ല, വ്യഭിചാരമില്ല, തോന്നിവാസമില്ല, അതുപോലെ അനാചാരങ്ങളില്ല, എല്ലാം നല്ല രൂപത്തിൽ നടക്കുന്ന മനുഷ്യൻ, സുബ്ഹാനല്ലാഹ്, എല്ലാവരും ആദരിച്ചിരുന്നു. ഇന്നോ സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ മുസ്ലിമീങ്ങൾ ചെറുപ്പക്കാരിൽ ഭൂരിഭാഗം ചുക്കുപോലെയായി മാറിയിരിക്കുകയാണ്. കഷായത്തിന് ചുക്ക് ആവശ്യമാണ്. ഏതെല്ലാം പ്രശ്നങ്ങളുണ്ടോ അഹമ്മദ് മുഹമ്മദ് പോക്കരൻ നിർബന്ധമായി പോയി. ഏത് ഹിന്ദുവാണ് നമ്മളെ ബഹുമാനിക്കുക? ഏത് ഹിന്ദുവാണ് നമ്മൾ ആദരിക്കുക? നമ്മൾ ഇവിടെ ഉണ്ടാകുമല്ലോ നേർച്ചപ്പെട്ടി. ആ നേർച്ചപ്പെട്ടിയിലേക്ക് പൈസ ഇടാൻ വേണ്ടി ഹിന്ദുക്കൾ കുറെ ദൂരെ ചെരിപ്പൂരി വെച്ച് വളരെ ഭക്തിയോടുകൂടി അതിലേക്ക് പൈസ ഇടാൻ വരുമ്പോ മാപ്പിള മക്കള്, മേത്തന്മാരെ മക്കള് ആ കുറ്റിയുടെ മുകളിൽ കയറിയിരിക്കുന്നുണ്ടാവും അല്ലേ? നമ്മൾ ആദരവും ബഹുമാനവും പഠിക്കുകയാണ്. പഴയ കാലങ്ങളിൽ ബാങ്ക് കേട്ട് എത്ര പേര് മുസ്ലിം ആയിട്ടുണ്ടോ? വയല് പറഞ്ഞിട്ടല്ല, കണ്ണുരുട്ടിയിട്ടല്ല, ബാങ്ക് വിളി കേട്ടിട്ടാ മുസ്ലിം ആയത്. ഇന്ന് നമ്മൾ ബാങ്ക് വിളി കേട്ട് ആരെങ്കിലും മുസ്ലിം ആയിട്ടുണ്ടോ? ഇനി ആകുമെന്ന് തോന്നുന്നുണ്ടോ? ഉടനെ കേസ് കൊടുക്കുകയാണെന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല, ബാങ്ക് വിളി ഒന്ന് നിർത്തി തരണമെന്ന് പറഞ്ഞ് കേസാണ് അല്ലേ? നമ്മളെ ബാങ്കിന്റെ പവർ കൊണ്ട് ബാങ്ക് വിളി കേൾക്കാൻ പറ്റുന്നില്ല. എല്ലാ സ്ഥലത്തും പ്രശ്നമാണ്. പഴയ കാലങ്ങളിൽ പാതിരാ സമയത്തൊക്കെ പ്രസംഗിച്ചിരുന്നു. ഇന്ന് പ്രസംഗിക്കാൻ പറ്റൂല. കാരണം 10 മണിക്ക് ശേഷം കംപ്ലൈന്റ് വന്നാൽ പോലീസ് സ്റ്റോപ്പ് ചെയ്യാൻ പറയും അല്ലേ? ഇതൊക്കെ ആര് വരുത്തി വെച്ചടാ? ഇവിടെ മുജാഹിദും ജമാഅത്തും പോലെയുള്ള ആൾക്കാർ രംഗത്ത് വന്നോ? മഹാന്മാരും സാലിഹീങ്ങളും മാലയും മൗലൂദും റാത്തീബും ഹദ്ദാറും മുഴുവനും അവർ എടുത്തു വലിച്ചെറിഞ്ഞു എന്ന് ഞാൻ സ്വന്തം പറയുന്നതിൽ അവർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ കേരളത്തിൽ പ്രവർത്തിച്ചതിന്റെ ഫലമാണ്. മാലകളും മൗലൂദുകളും എല്ലാം ഞങ്ങൾ വലിച്ചിറക്കി. എന്നിട്ട് വലിച്ചിറക്കിയിട്ട് അവർ എന്താക്കി? അവിടെ ടിവികള് അവർ ഫിറ്റ് ചെയ്തു. അവിടെയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ മുത്തബറക്കായ ഒരു ടൈമുണ്ട്. 1 മണിക്കൂറും 20 മിനിറ്റും നീണ്ടു നിൽക്കുന്ന നല്ല ബറക്കത്തുള്ള ഒരു ടൈമാണ്. ആ ടൈമില് ഉമ്മമാരും ജ്യേഷ്ഠന്മാരും അനുജന്മാരും എല്ലാവരും കൂടിയിരുന്നു കൊണ്ട് ഒരു ഉടുതുണി പോലും ഇല്ലാതെ കുറെ പേര് കളിക്കുമ്പോ അത് നോക്കി എന്തുകൊണ്ട് ചിരിക്കാൻ ഒരു ഉളുപ്പ് എന്ന് പറയുന്ന സാധനമില്ല അല്ലേ? നേരെ മറിച്ചുകൊണ്ട് നമ്മൾ മസലയായിക്കൊണ്ട് ഒരു ഹൈലിന്റെ കാര്യം പറഞ്ഞാൽ, നിഫാസിന്റെ കാര്യം പറഞ്ഞാൽ പിറ്റേ ദിവസം പറയും എന്തായാലും മേക്ക് ഇറ്റ് ഉസ്താദ് പറയേണ്ട ആവശ്യമില്ല. ഇത് ആരാ പറയണത്? കുറച്ചു മുമ്പ് സീരിയൽ കണ്ട കുടുംബക്കാരാ പറയണത്. കുറച്ചു മുമ്പ് സീരിയൽ കണ്ടു. ഉമ്മയും ബാപ്പയും ജ്യേഷ്ഠനും അനിയച്ചയും ഭാര്യയും എല്ലാരും കൂടി ഇരുന്നിട്ട് ഈ ടിവിയുടെ മുമ്പില് പൂർണ്ണമായ തുണിയില്ലാത്തതും അല്പം തുണിയുള്ളതും ഒക്കെ കണ്ടു വന്ന ഭാഷയാ പറയുന്നത്. ഇതിനു മുമ്പ് അവിടെ റാത്തിയും മൗലൂദും ഒക്കെ ഉണ്ടായിരുന്നു. അത് മുഴുവനും അവസാനിച്ചു പോയി. അതൊന്നുമില്ലാതെയായി പോയി. ഇന്നാർക്കും ഒരു ആദരവുമില്ല, ബഹുമാനവുമില്ല, ഒന്നുമില്ലാതെ. ഇതിനൊക്കെ കാരണം ബിദ്അത്തിന്റെ കടന്നുകയറ്റമാണ്. എന്റെ സഹോദരന്മാരോട് പ്രത്യേകിച്ച് ഈ രാജ്യത്തുള്ള ഉമറാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊന്ന് റാഹത്തായി നന്നാവണം. ഉമറാക്കള്, ഈ നാട്ടിൽ ഉമറാക്കളുണ്ടോ? എന്താ ഈ ഉമറാക്കൾ എന്ന് പറഞ്ഞാൽ മഹല്ല് കമ്മിറ്റിക്കാർ ഉമറാക്കളാണ്.
കമ്മിറ്റി സ്ഥാനത്തേക്ക് വരാൻ പറ്റുന്ന ആൾക്കാർ നമ്മൾ തെരഞ്ഞെടുക്കാറില്ലേ? അവരൊക്കെയായി ഉമറാക്കൾ എന്ന് പറഞ്ഞാൽ ആ ഉമറാക്കൾ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആകാശത്തിന്റെ താഴെ ഭൂമിയിൽ ജീവിക്കുന്നവർ രണ്ടുപേർ നന്നായാൽ, ഒന്ന് ഉലമാക്കളും രണ്ട് ഉമറാക്കളും, ഇവർ രണ്ടുപേരും ഒന്ന് നന്നായാൽ നാട് മൊത്തം നന്നായി എന്നതാണ് സത്യം.